മറ്റിതര പ്രസ്ഥാനങ്ങൾ പ്രവർത്തിക്കുന്ന ഒരു സഹോദരനാണ്. അദ്ദേഹം എന്നോട് സലാം പറഞ്ഞ ഉടനെ പറഞ്ഞത്, സമസ്ത വിളിച്ചാൽ എങ്ങനെ നമ്മൾ പോകാതിരിക്കും, സയ്യിദുൽ ഉലമ വിളിച്ചാൽ എങ്ങനെ വരാതിരിക്കുമെന്ന് 2 വരികൾ പാടിയാണ് അദ്ദേഹം എന്നോട് അഭിസംബോധനം ചെയ്തത്. എന്നോട് പറഞ്ഞു, നിങ്ങളെ ക്യാമ്പ് സന്ദർശിക്കാൻ താല്പര്യമുണ്ട്. അദ്ദേഹം ഇന്നലെ വന്നു. ചുരുക്കി പറഞ്ഞാൽ ചില വരികൾ അങ്ങനെയാണ്, ചില മെസ്സേജുകൾ അങ്ങനെയാണ്, ചില വിളികൾ അങ്ങനെയാണ്, മനസ്സിൻ്റെ അടിത്തട്ടിലേക്ക് ഓളം സൃഷ്ടിക്കും, സംശയമില്ല. സയ്യിദുന ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം വിളിച്ചതുപോലെ വാദ്ദിം ഫിന്നാസി ബിൽ ഹജ്ജി അതൂക റിജാലൻ വഅലാ കുല്ലി ദാമിൻ യഅതീന മിൻ കുല്ലി ഫജ്ജിൻ അമീഖ്. ഇബ്രാഹിം നബി വിളിച്ചപ്പോൾ അഷ്ടദിക്കുകളിൽ നിന്നും ജനസഹസ്രം ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരുന്നു, ഖിയാമത്ത് നാൾ വരെ ഒഴുകിക്കൊണ്ടേയിരിക്കും എന്ന് ഖുർആൻ്റെ ഒരു മെസ്സേജ്. ചില വിളികൾ അങ്ങനെയാണ്. സമസ്ത വിളിച്ചപ്പോൾ, സയ്യിദുൽ ഉലമ വിളിച്ചപ്പോൾ, നമ്മുടെ പണ്ഡിതന്മാർ വിളിച്ചപ്പോൾ ഇവിടെ ജനലക്ഷങ്ങൾ ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. നാളെ ഈ സമയമാകുമ്പോഴേക്കും അൽഹംദുലില്ലാഹ് ഇൻഷാ അല്ലാഹ് നമുക്കൊരു അത്ഭുതം കാണാൻ സാധിക്കും. എല്ലാവരും ഒരേ മനസ്സോടെ അറഫയിൽ ഒരുമിച്ച് കൂടുന്ന ആ മനസ്ഥിതിയോടെ ഇൻഷാ അല്ലാഹ് ഇവിടെ വരക്കൽ മുല്ലക്കോയ തങ്ങൾ നഗരിൽ സംഗമിക്കാൻ വേണ്ടി പോവുകയാണ്. നിങ്ങളൊക്കെ ചിന്തിച്ച് കാണും, എന്തിനാണ് ഇങ്ങനെയൊരു വെൽവിഷേഴ്സിൻ്റെ ഒരു മീറ്റിംഗ്? ഇത് കേരളത്തിലെയും കർണാടകത്തിലെയും നമ്മുടെ പ്രസ്ഥാന ബന്ധുക്കളിൽ നിന്നും സെലക്ട് ചെയ്ത ക്ഷണിക്കപ്പെട്ട വ്യക്തിത്വങ്ങളാണ് ഇവിടെ ഇരിക്കുന്നത്. ഓരോരുത്തരും പ്രഗത്ഭരാണ്, ഓരോരുത്തരും പ്രസ്ഥാനമാണ്. ഇവിടെ ഓരോരുത്തരെയും പരിചയപ്പെടുത്തേണ്ടതില്ല. നിങ്ങൾക്ക് ഓരോരുത്തർക്കും പറയാനുള്ള അവസരം ഉണ്ട്. നിങ്ങളെ വിളിച്ചു വരുത്തിയിരിക്കുന്നത്, ഞാൻ ആദ്യമേ പറയട്ടെ, ഒരു പിരിവിന് വേണ്ടിയല്ല. പച്ച മലയാളത്തിൽ പറഞ്ഞാൽ, നിങ്ങളിൽ നിന്നും നമുക്ക് ചില മെസ്സേജുകൾ വായിച്ചെടുക്കാനുണ്ട്. വരും വർഷങ്ങളിൽ സമസ്ത വിഭാവനം ചെയ്യുന്ന, സമസ്ത ഇവിടെ പ്രഖ്യാപിച്ച ഒരുപാട് പദ്ധതികൾ, സമസ്തയിൽ എങ്ങോട്ട് പോകുമ്പോഴും നിങ്ങളുടെയൊക്കെ അഭിപ്രായങ്ങൾ നിങ്ങളെ കരങ്ങളിൽ അത് ഭദ്രമാണ്. എന്ന് പറഞ്ഞാൽ ഒരു ഉലമായിനോട് ചേർന്ന് നിൽക്കേണ്ട ബാധ്യത നമുക്കൊക്കെ ഉണ്ടല്ലോ. അതാണ് ഞാൻ ആദ്യം ഓതി വെച്ച ഖുർആനായത്ത്, യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ്, നിങ്ങൾ തഖ്വയുള്ളവരാകണം, വകൂനു മഅസ്വാദിഖീൻ, നിങ്ങൾ യഥാർത്ഥ ഹക്കിൻ്റെ വഴിയിൽ സഞ്ചരിക്കുന്നവരുടെ കൂടെ നിൽക്കണം എന്ന ഖുർആൻ്റെ ആഹ്വാനം. നമുക്കവരോട് ഓരം ചേർന്ന് നിൽക്കാനേ പറ്റുള്ളൂ. നമുക്കതിന് സാധിക്കണം. അല്ലാഹു തൗഫീഖ് ചെയ്യുമാറാവട്ടെ. അതിന് സാധിച്ച വളരെ ഇഖ്ലാസുള്ള ആത്മാർത്ഥതയുള്ള ഒരു ടീമാണ് നിങ്ങൾ. അങ്ങനെ സെലക്റ്റീവായ പേരെടുത്ത് രജിസ്റ്റർ ചെയ്യപ്പെട്ട് നിങ്ങളെ വിളിച്ചു, ഫോളോ ചെയ്തു, ലൊക്കേഷൻ അയച്ചു, നിങ്ങൾക്കുള്ള പാസ് അയച്ചു. അങ്ങനെയാണ് നിങ്ങളെ ഇവിടെ ഒരു അതിഥികളായി ക്ഷണിച്ചു വരുത്തിയിരിക്കുന്നത്. സമസ്ത മുഷാവറ തീരുമാനിച്ച ഒരു തീരുമാനമാണ്. അള്ളാഹു കബൂൽ ചെയ്യുമാറാവട്ടെ. ഞാൻ നീട്ടിപ്പഴുത്തി പറയുന്നില്ല. നിങ്ങളിൽ നിന്നും കേൾക്കാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു. നിങ്ങളുടെ നിർദ്ദേശം, നിങ്ങൾ അത്ഭുതം കാണിച്ചവരാണ്. നിങ്ങളുടെ ജീവിത വിഷയങ്ങളിൽ, നിങ്ങളുടെ ബിസിനസ് മേഖലകളിൽ നിങ്ങൾ കെട്ടിപ്പടുത്ത, അല്ലെങ്കിൽ നിങ്ങളുടെ ജീവിതത്തെ നിങ്ങൾ കെട്ടിപ്പടുത്ത ഒരു വലിയ ഉയർച്ചയുണ്ട്, അഭിവൃദ്ധിയുണ്ട്. അതിൻ്റെ രസതന്ത്രം പഠിക്കാൻ, മനസ്സിലാക്കാൻ നമുക്കുള്ള മുന്നോട്ടുള്ള ഗമനത്തിന് ആവശ്യമാണ്. നിങ്ങൾ ഓരോരുത്തരും, നാം ഓരോരുത്തരും ഇതിനോട് ചേർന്ന് നിൽക്കണം. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. നമുക്ക് ചേർന്ന് നിൽക്കാലോ? ഇൻഷാ അല്ലാഹ് പറ. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. നാം ഓരോരുത്തരും. എന്നാൽ നമുക്ക് ഇൻഷാ അല്ലാഹ് നമുക്കൊരു ഈഗോ ഇല്ല. ഇവിടെ എല്ലാവരും സഹസ്രം, ഈ ഇരിക്കേണ്ടവരൊക്കെ സ്റ്റേജിൽ ഇരിക്കേണ്ടവരാണ്. പക്ഷെ നമുക്ക് ആർക്കും ഒരു ഈഗോ തോന്നിയില്ല. അതാണ് തഖ്വ. യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ്. ആദ്യം നിങ്ങൾ മുത്തഖീങ്ങളാവണം. യഥാർത്ഥ സമസ്തക്കാരൻ എന്ന് പറയുന്നത്, സുന്നത്ത് ജമാഅത്തിൻ്റെ ആൾക്കാരെന്ന് പറയുന്നത് തഖ്വയും ഇഖ്ലാസ് ഉള്ളവരാണ്. ഈഗോ എന്ന് പറയുന്ന സാധനം വലിച്ചെറിഞ്ഞവരാണ്. എന്നെ വിളിക്കട്ടെ, വിളിക്കാതിരിക്കട്ടെ, പേര് പറയട്ടെ, പറയാതിരിക്കട്ടെ, സമസ്തയോടൊപ്പം ചേർന്ന് നിൽക്കാൻ താല്പര്യപ്പെടുന്നവരാണ്. അങ്ങനെയുള്ളവരെയാണ് നാം സെലക്ട് ചെയ്യുന്നത്. പരസ്പരം സ്നേഹത്തോടെയും പൊരുത്തത്തോടെയും അംഗീകാരത്തോടെയും അനുസരണയോടെയും നാം ചേർന്ന് നിന്നാൽ നമുക്ക് വരും തലമുറയിൽ, വരും കാലങ്ങളിൽ നമുക്കിവിടെ സുന്നത്ത് ജമാഅത്ത് കൊണ്ട്, സമസ്ത കൊണ്ട് അത്ഭുതം തീർക്കാൻ സാധിക്കും. അതിൻ്റെ ഓരോ ഉദാഹരണങ്ങളാണ് നമ്മുടെ ക്യാമ്പുകളും അനുബന്ധ പ്രവർത്തനങ്ങളും. നാം കണ്ടല്ലോ, ഇന്ന് ഞാൻ 5 ഗസ്റ്റിനെ ആ ക്യാമ്പ് സന്ദർശിപ്പിച്ചു. എന്നിട്ട് അതൊക്കെ പരിചയപ്പെടുത്തി. നമ്മളുമായി ബന്ധപ്പെടാത്ത ഒരു ടീമാണ്. അവരൊക്കെ മനസ്സിലാക്കിയിട്ട് ഇവിടുന്ന് വിട്ടുപോയിട്ട് പറഞ്ഞത്, അൽഹംദുലില്ലാഹ്, ഏറെ സമസ്ത മുന്നോട്ട് പോയിരിക്കുന്നു, ഏറെ മുന്നോട്ട് പോയിരിക്കുന്നു.
ഇനിയും നാം ചിന്തിച്ചാലെത്താത്ത ദൂരത്തേക്ക് നമുക്ക് കുതിക്കാനുണ്ട്, മുന്നോട്ട് പോകാനുണ്ട്. റബ്ബ് തആല തൗഫീഖ് ചെയ്യുമാറാവട്ടെ. ഈ മഹൽ സംരംഭത്തിൽ അധ്യക്ഷത വഹിക്കുന്ന ബഹുമാനപ്പെട്ട അബ്ദുൽ ഖാദർ ഖാസിമി കുമ്രാൻ ഉസ്താദാണ്. അദ്ദേഹത്തിൻ്റെ അഭാവത്തിൽ വളരെ ബഹുമാനത്തോടുകൂടെ സ്വാഗതം ആശംസിക്കുന്നു. ഈ മഹത്തായ യോഗം ഉദ്ഘാടനം ചെയ്യുന്നത് ബഹുമാനപ്പെട്ട സയ്യിദ് മുഹമ്മദ് കോയ തങ്ങൾ ജമലുല്ലയിൽ തങ്ങളാണ്. ഇപ്പോൾ ഇൻഷാ അല്ലാഹ് ഇങ്ങോട്ട് കയറി വരും. താഴത്തെ ഫംഗ്ഷനിലാണ്. മഹാനവറുകളെയും ആദരവോടുകൂടെ സ്വാഗതം ചെയ്യുന്നു. ഇവിടെ മുഖ്യ പ്രഭാഷണം നടത്തുന്നത്, നമുക്ക് വേണ്ടിയുള്ള നിർദ്ദേശം നൽകുന്നത് കെ മോയിൻകുട്ടി മാസ്റ്ററാണ്. വളരെ ആദരവോടുകൂടെ എല്ലാവിധ ബഹുമാനത്തോടും സ്വാഗതം ചെയ്യുന്നു. ഇവിടെ ഡിസ്കഷൻ നടത്തുന്നത് ബഹുമാനപ്പെട്ട, അതിൻ്റെ ആമുഖം നടത്തുന്ന ബഹുമാനപ്പെട്ട നമ്മുടെ എല്ലാവരുടെയും ഇപ്പോൾ ഈ സമസ്യയുടെ തഹയുമായി ബന്ധപ്പെട്ടും തുടർന്നുള്ള പ്രവർത്തനത്തിലും എല്ലാ നിലയിലും നമുക്ക് നേതൃത്വം നൽകുന്ന ബഹുമാനപ്പെട്ട സയ്യിദ് സാബിഖ് അലി ശിഹാബ് തങ്ങൾ അവരുകളാണ്. ആദരവോടെ സ്വാഗതം ആശംസിക്കുന്നു. ഈ പരിപാടിക്ക് നന്ദി അർപ്പിക്കുന്നത് ബഹുമാനപ്പെട്ട അഷ്റഫ് ഹാജി പാലത്തായിയാണ്. അദ്ദേഹത്തിനും സ്വാഗതം ആശംസിച്ചുകൊണ്ട് ഈ വേദി നിയന്ത്രിക്കുന്നതിൽ താൽക്കാലികമായിട്ട് ബഹുമാനപ്പെട്ട സാബിഖ് തങ്ങളെ ചുമതലപ്പെടുത്തിക്കൊണ്ട് നിർത്തുന്നു. അസ്സലാമു അലൈക്കും.